ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയും സമാധാനത്തെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ്. ആരോഗ്യം, ഹെൽത്തിനെ കുറിച്ചിട്ടും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും മുന്നേ പലതവണ പല ആവർത്തി പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലായിടത്തും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ക്യാൻസർ, ഹാർട്ട് അറ്റാക്സ്, ഡയബറ്റീസ്, BP, ആസ്മ, ഞാനീ പറഞ്ഞ അസുഖങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പ്രശ്നം രോഗം മാത്രമല്ല, അതിൻ്റെ ചികിത്സാ ചെലവാണ്. ഇന്ന് ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെയൊക്കെയാണ് ഓരോ ചികിത്സകൾക്ക് വേണ്ടി ആളുകൾ മുടക്കുന്നത്. മെഡിക്കൽ എമർജൻസി സമയത്ത് ആളുകൾ ഒന്നും നോക്കില്ല, തങ്ങളുടെ സമ്പാദ്യം മുഴുവനായിട്ടും ചെലവാക്കാനായിട്ട് അവർക്ക് മടിയില്ല. കാരണം അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ്. ലോണുകൾ എടുക്കും, അല്ലെങ്കിൽ സ്വത്തുക്കൾ വരെ വിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു തവണത്തെ ഹോസ്പിറ്റലൈസേഷൻ മതി വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ സമ്പാദ്യം മുഴുവനായിട്ട് തീർക്കാൻ വേണ്ടി. ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം അത്യാഹിതങ്ങൾ, ഇത്തരം മെഡിക്കൽ എമർജൻസികൾ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മളെ ബാധിക്കുന്നത് യാതൊരുവിധ മുന്നറിയിപ്പും തരാതാണ്. സാഹചര്യങ്ങൾ കൂടുതൽ കഠിനമാവുകയാണ്. വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ ഇൻഫ്ലേഷൻ, മാറിയ റിസ്ക് പ്രൊഫൈൽസ് എന്നിവയൊക്കെ കണക്കിലെടുത്തിട്ട് അടുത്ത ഒരു 10-12 മാസങ്ങൾക്കിടയിൽ, മാക്സിമം ഒരു 18 മാസങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസുകളുടെയൊക്കെ പ്രീമിയം ഒരു 10 മുതൽ 15% വരെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോഴെങ്കിലും എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ പറയുന്നത്. പ്രയാസകരമായിട്ടുള്ള സമയങ്ങളിൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു സേഫ്റ്റി നെറ്റ് പോലെ ഒരു സംരക്ഷണം നൽകും. ഇന്ന് പ്രതിമാസം വെറും 1500 മുതൽ 2000 രൂപ വരെയൊക്കെ മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് 10 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഒക്കെ ലഭിക്കുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രായം, അവരുടെ ആരോഗ്യാവസ്ഥ അതൊക്കെ കണക്കിലെടുത്തിട്ട് പ്രീമിയത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പല ആളുകളുടെ മൈൻഡിലുണ്ട്. എങ്ങനെയാണ് ശരിയായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഡിഫിക്കൽട്ടാണ്, കാരണം ഒത്തിരിയധികം പ്ലാനുകളുണ്ട്. നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗുണപ്പെടില്ല. അതേപോലെ ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും നല്ല വഴി ഏതാണ്? ഇഷ്ടംപോലെ ഏജൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ അടുത്ത് പോകുന്ന സമയത്ത് ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പ്രഷർ അവർക്കുള്ളത് നമ്മളിലേക്ക് അവർ ഇട്ട് തരാറുണ്ട്. ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഡിറ്റോ എന്ന പ്ലാറ്റ്ഫോം. ഡിറ്റോ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ സേവനങ്ങളൊക്കെ 100% സൗജന്യമാണ്. അതായത് കറക്റ്റ് ഒരു ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് എടുത്തു തരുന്ന ആ ഒരു കാര്യങ്ങളിലൊക്കെ അവർ നിങ്ങളെ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അപ്പോഴും അവരുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. നിങ്ങൾ ഇൻഷുറൻസ് കമ്പനി നിങ്ങളോട് പറയുന്ന ആ ഒരു പ്രീമിയം മാത്രം അടച്ച് ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് പോയാൽ മതി. അതിൻ്റെ തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് എന്നീ കാര്യങ്ങളിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന സേവനങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിഭിന്നമായിട്ട് വളരെ പെർഫെക്റ്റ് ആണ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഇൻഷുറൻസ് അഡ്വൈസറി പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ. കമ്മീഷന് വേണ്ടി പോളിസികൾ അടിച്ചേൽപ്പിക്കുന്ന സാധാരണ ഏജന്റുമാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്പാം ഫ്രീ ആയിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നതിലാണ് ഡിറ്റോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർ നിങ്ങളെ ദിവസവും 10 വട്ടം വിളിച്ച് ശല്യം ചെയ്യില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഒരു കോൾ ബുക്ക് ചെയ്താൽ മതി. അവർ പോളിസിയുടെ ഫൈൻ പ്രിന്റ് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. ഇനി നമുക്ക് 1-2 പടികൾ കൂടി മുന്നോട്ടേക്ക് പോയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് നമ്മൾ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള 2 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളെ എങ്ങനെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാമെന്ന് നോക്കുകയാണ്. സ്റ്റാർ ഹെൽത്ത് സൂപ്പർ സ്റ്റാറും HDFC എർഗോ ഒപ്റ്റിമ സെക്യൂറും. ഇവയിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, വ്യത്യാസങ്ങൾ, ചിലവ്, കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് ഒരു പ്ലാൻ കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് കേൾക്കുമ്പോൾ ഒരു മാജിക് പോലെ തോന്നിക്കുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് തുടങ്ങാം. ഫ്രീസ് യുവർ ഏജ്. ഇതാണ് സ്റ്റാർ ഹെൽത്ത് സൂപ്പർ സ്റ്റാർ പ്ലാനിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചർ. സാധാരണഗതിയിൽ നിങ്ങളുടെ പ്രായം കൂടുന്തോറും ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കാറുണ്ട്. എന്നാൽ ഈ ഫ്രീസ് യുവർ ഏജ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പോളിസിയിൽ ചേരുന്ന പ്രായത്തിൽ കമ്പനി നിങ്ങളുടെ പ്രീമിയം ലോക്ക് ചെയ്യുന്നു. നിങ്ങൾ 30-ാം വയസ്സിലാണ് ചേരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ക്ലെയിം വരുന്നത് വരെ, ഓർക്കുക, ആദ്യത്തെ ക്ലെയിം വരുന്നത് വരെ നിങ്ങൾ ആ 30 വയസ്സുകാരൻ്റെ റേറ്റ് മാത്രം പ്രീമിയമായിട്ട് നൽകിയാൽ മതി. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനി പ്രീമിയം കൂട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ക്ലെയിമുകൾ കൂടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തന ചെലവ് കൂടുന്നത് കൊണ്ടോ, പ്രൊഡക്റ്റിന്റെ മൊത്തത്തിലുള്ള വില പുതുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയം ചെറിയ രീതിയിൽ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി മറുഭാഗത്ത് നമുക്കുള്ളത് HDFC എർഗോ ഒപ്റ്റിമ സെക്യൂർ പ്ലസ് ആണ്. അവർ പ്രായം ഫ്രീസ് ചെയ്യുന്നില്ല, പകരം പ്ലസ് ബെനിഫിറ്റിലൂടെ നിങ്ങളുടെ കവറേജ് വർദ്ധിപ്പിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇവയാണ്. ഓരോ വർഷവും ബേസ് ഇൻഷുർഡിന്റെ 100% തുക അധികമായിട്ട് നൽകുന്നു. ഇതിന് അപ്പർ ക്യാപ്പ് ഇല്ല. കാലക്രമേണ നിങ്ങളുടെ കവറേജ് പരിധിയില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അൺലിമിറ്റഡ് കോമ്പൗണ്ടിങ് ആണ്. ഇതിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഇപ്പോൾ ഇൻബിൽറ്റ് ആയി തന്നെ ഉണ്ട്.
ഇതിനോടൊപ്പം ആദ്യ ദിവസം മുതൽ തന്നെ കവറേജ് ഇരട്ടിയാക്കുന്ന അവരുടെ സെക്യൂർ ബെനിഫിറ്റ് കൂടി ചേരുമ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ പ്ലാനൊക്കെ 3-ാം വർഷം ആകുമ്പോഴേക്ക് ബലത്തിൽ ഒരു 30 ലക്ഷത്തിന്റെ പ്ലാൻ പോലെയൊക്കെ പ്രവർത്തിക്കും. ഇതിനെ നമുക്ക് രസകരമായിട്ട് കാരി ഫോർവേഡ് ഓൺ സ്റ്റിറോയിഡ്സ് എന്ന് വിളിക്കാം. കാരണം പഴയ പോളിസികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ക്ലെയിം എടുത്തു എന്ന കാരണത്താൽ HDFC നിങ്ങളുടെ ബോണസ് കുറയ്ക്കില്ല എന്ന് സാരം. നമുക്ക് ഈ പ്ലാനുകൾ തമ്മിലുള്ള ഒരു താരതമ്യം നോക്കാം. ആദ്യം കമ്പനിയെ കുറിച്ചിട്ട് പറയാം. ക്ലെയിം റിലയബിലിറ്റി. HDFC ഇർഗോ നിങ്ങൾക്കറിയാം, അവർ ഇൻഡസ്ട്രിയിലെ ഒരു ഐഫോൺ പോലെ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കനുസരിച്ചിട്ട് ശരാശരി 97% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും 13,000-ലധികം ഹോസ്പിറ്റലുകളുടെ വലിയ ശൃംഖലയും ഇവർക്കുണ്ട്. പരാതികൾ ഇവരുടെ കേസിൽ വളരെ കുറവാണ്. 97% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത്രയധികം ക്ലെയിമുകൾ ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റാർ ഹെൽത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് വാല്യൂ ഫോർ മണി കിങ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവരുടെ സെറ്റിൽമെന്റ് റേഷ്യോ അല്പം കുറവാണ്. കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി ഏകദേശം 85% ഉള്ളൂ. പരാതികൾ അല്പം കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ ഡെന്റൽ പോലുള്ള കാര്യങ്ങളിലെ ഈ പല്ലിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ ഇവരാണ് കവറേജ് ഒക്കെ നൽകുന്നത് കൂടുതലായിട്ട്. HDFCയിലാണെങ്കിൽ ഒപ്റ്റിമ വെൽബീയിങ് എന്ന റൈഡർ വഴി മാത്രമാണ് OPD കവറൊക്കെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ സ്റ്റാറിൽ നമുക്ക് കുറച്ചും കൂടെ ഗുണകരമായിട്ടുള്ള രീതിയിലാണ്. ഇനി റൂം റെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെ കാര്യങ്ങളെ സമീപിക്കുന്നുണ്ട്. യാതൊരു നെസ്റ്റി സർപ്രൈസും ഇവർക്കില്ല. ക്ലെയിം തുകയിൽ കുറവ് വരുത്താതെ തന്നെ നിങ്ങൾക്ക് 2 പ്ലാനുകളിലും പ്രൈവറ്റ് സിംഗിൾ റൂം അല്ലെങ്കിൽ ഏത് റൂമും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാം. ഇനി മൂന്നാമതായിട്ട് ഇതിൻ്റെ കോസ്റ്റാണ്, ചെലവേ. ഈ 30 വയസ്സുള്ള ഒരാൾക്ക് എത്രയാകുമെന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. വർഷത്തിൽ ഏകദേശം 9,300 രൂപയാവത്തുള്ളൂ. ഇപ്പോൾ HDFC ഒപ്റ്റിമ സെക്യൂർ ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നല്ല റേറ്റും കൂടുമല്ലോ. വർഷത്തിൽ ഏകദേശം 16,700 രൂപയാവും. ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ വന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് എടുത്ത് പറയാം. ഇൻഫിനിറ്റ് ബെനിഫിറ്റ് ഒരു മേജർ അപ്ഗ്രേഡ് ആണ്. ഓരോ വർഷവും ബേസ് സം ഇഷ്യൂർഡിൻ്റെ 100% തുക അധികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പർ ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് കവറേജ് പരിധിയില്ലാതെ വളരും. പിന്നെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആണ്. പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ പോളിസി ടെന്യൂർ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ 1, 2, 3, 4, 5 വർഷത്തെ ടെന്യൂർ ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ്. ഇത് സ്റ്റാർ സൂപ്പർ സ്റ്റാർ പോലുള്ള പ്ലാനുകളുമായിട്ട് മത്സരിക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഫീച്ചറാണ്. ഇനി പുതുതായിട്ട് അവർ അനൗൺസ് ചെയ്ത ഡിസ്കൗണ്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈം ഡിസ്കൗണ്ട് ആയിട്ടുള്ള 5%. ഏറ്റവും പ്രായം കൂടിയ അംഗത്തിൻ്റെ എൻട്രി ഏജ് 35 വയസ്സിൽ താഴെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം അവർ നിഷ്കർഷിക്കുന്നുണ്ട്. ഇത് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ആയുഷ്കാലം മുഴുവൻ ഇതിൻ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ ഫേവറബിൾ ക്ലെയിം എക്സ്പീരിയൻസ് ഡിസ്കൗണ്ട്. നിങ്ങളുടെ ക്ലെയിം ഹിസ്റ്ററി അനുസരിച്ചിട്ട് 21% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് അനുയോജ്യം? നിങ്ങൾ ചെറുപ്പവും ആരോഗ്യവാനും ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഏജ് ഫ്രീസ് ഫീച്ചറിലൂടെ പ്രീമിയം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റാർ ഹെൽത്ത് സൂപ്പർ സ്റ്റാർ ഒരു നല്ല ചോയ്സാണ്. എന്നാൽ ഒരു മെഡിക്കൽ എമർജൻസി സമയത്ത് സമാധാനമായിട്ടിരിക്കണം, വേറെ ടെൻഷൻ അടിക്കണമെന്നും വയ്യ എന്നുണ്ടെങ്കിൽ വില അല്പം കൂടുതലാണെങ്കിലും HDFC ഇർഗോ ഒപ്റ്റിമ സെക്യൂർ ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പ്രീമിയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്ലാനുകൾ, അതിൻ്റെ കസ്റ്റമൈസേഷൻ, അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തിയിൽ പലപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ വ്യക്തിയുടെയും റിസ്ക് പ്രൊഫൈലിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് കമ്പനികൾ ആ ഒരു പ്രീമിയം ഒക്കെ നിശ്ചയിക്കുന്നത്. അതേപോലെ തന്നെ ക്ലെയിം എന്ന് പറയുന്നതും ക്ലെയിം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 100% ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാരണം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ക്ലെയിം തരണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് കമ്പനി എപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും ക്ലെയിമിൻ്റെ സമയത്തും കൃത്യമായിട്ട് രേഖകൾ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെല്ലാ ഇൻഫർമേഷനും സുതാര്യമായിട്ട് വേണം ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ അടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടി. ആരോഗ്യ വിവരങ്ങൾ, മുന്നേ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്ലാനിന്റെ പ്രൈസ് ആയിരിക്കില്ല നിങ്ങൾക്ക് പേഴ്സണലി കസ്റ്റമൈസ് ചെയ്ത് വരുന്ന സമയത്ത് കിട്ടുന്നത്. അതിൽ ആഡ് ഓൺസ് ആഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലതിന് കവറേജ് കിട്ടില്ല. അപ്പോൾ ഓരോ ആളുകൾക്കും പ്ലാനുകളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കണ്ണടച്ച ഒരു ഏജന്റിനെ വിശ്വസിക്കരുത്. എല്ലാം കൃത്യമായിട്ട് ഒരാളോട് പറഞ്ഞ് സംസാരിച്ചിട്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി. അവസാനമായിട്ട് ഞാൻ വലിയൊരു ഉപദേശം തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ വാക്ക് വിശ്വസിച്ചോ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യാവസ്ഥയൊക്കെ പരിഗണിച്ചിട്ട്, നിങ്ങളുടെ വരുമാനത്തെയൊക്കെ പരിഗണിച്ചിട്ട് മാത്രം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക. ഡിറ്റോ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഒരു ഡിറ്റോ വേയിൽ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ഡിറ്റോ പ്ലാറ്റ്ഫോം ഫിൻഷോർട്സിന്റെ ടീം നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. അതും സരോദയുടെ പിന്തുണയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. 10 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് വിശ്വസിക്കുന്ന, ഗൂഗിളിലൊക്കെ 4.9 റേറ്റിംഗ് ഉള്ള സ്ഥാപനമാണ് ഡിറ്റോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഡിറ്റോ തികച്ചും സത്യസന്ധവും സ്പാം ഫ്രീ ആയതുമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അവർ നിങ്ങളെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുകയില്ല. IRDA സർട്ടിഫൈഡ് ആയിട്ടുള്ള അവരുടെ അഡ്വൈസർമാർ എല്ലാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. നിങ്ങളുടെ ഭാഷയിൽ, മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ക്ലെയിം എപ്പോഴെങ്കിലും റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡിറ്റോ നിങ്ങൾക്കായിട്ട് 24/7 പിന്തുണയോടെ ആ ഒരു പ്രോസസ്സ് മുഴുവനായിട്ടും കൈകാര്യം ചെയ്തു തരും. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ കൺസൾട്ടേഷൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. ₹1 പോലും ചെലവില്ലാതെ നിങ്ങളുടെ ഹെൽത്ത് ഹിസ്റ്ററി വിശകലനം ചെയ്യാനായിട്ടും ഏറ്റവും മികച്ച പ്ലാൻ തിരഞ്ഞെടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. പ്രീമിയത്തിൽ 12% വരെ ഡിസ്കൗണ്ടും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഇൻഷുർഡ്.